നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഒരു റൂട്ടീൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈ കാൺട്ട് വി സ്റ്റിക്ക് ടു ദാറ്റ്? ആ ഒരു റൂട്ടീൻ നമ്മൾ കുറച്ച് ദിവസം ഫോളോ ചെയ്യുമ്പോഴേക്കും നമ്മൾ മറന്നു പോവുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ ആ റൂട്ടീൻ ഉപേക്ഷിച്ച് വേറെ കാര്യങ്ങളിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ഹാബിറ്റ്സ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന സമയത്ത് ഇത് ചെയ്യാം, ഇന്ന സമയത്ത് ഇത് ചെയ്യാം എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും. ആദ്യത്തെ 1-2 ദിവസം നമ്മൾ പ്ലാനും ചെയ്യും, ആദ്യത്തെ 1-2 ദിവസം നമ്മൾ ഫോളോവും ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന മോട്ടിവേഷൻ കുറഞ്ഞു തുടങ്ങും. പിന്നെ ആ ഒരു നമ്മൾ മേ ബി നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാര്യം തുടങ്ങാൻ പോകുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഓടാൻ പോകണം, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ജിമ്മിൽ പോകണം, എക്സസൈസ് ചെയ്യണം. അതൊക്കെ നമ്മൾ എന്തെങ്കിലും കണ്ട് നമുക്കൊരു ഗോൾ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മളത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും അതൊരു വലിയൊരു ടാസ്ക്കായിട്ട് തോന്നും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം ഒരു നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പ്ലാനൊക്കെ ഫുള്ളായിട്ട് തെറ്റും. അപ്പം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വിൽ പവറും അതും പോവും. അതിന് ശരിക്കും എന്താ റീസൺ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള നമുക്ക് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്, നമുക്ക് എന്തുകൊണ്ട് ഒരു റൂട്ടീൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ കുറച്ച് ദിവസം ഫോളോ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ റൂട്ടീൻ മാറ്റി വേറെ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശരിക്ക് ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തിങ് നമുക്ക് ആവശ്യമുള്ളത് ഒരു മോട്ടിവേഷനാണ്, അല്ലേ? പക്ഷേ മോട്ടിവേഷൻ കുറച്ച് ദിവസം ആ മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ ആ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനീഷ്യൽ മോട്ടിവേഷനൊക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൺവിൻസ് ചെയ്യും ആ റൂട്ടീനിൽ നിന്ന് മാറി വേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ വേദങ്ങളിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതം 3 ഗുണങ്ങൾ വെച്ചിട്ടാണ് വർക്ക് ആവുന്നത്. അപ്പം ത്രിഗുണ എന്ന് പറയും. ആദ്യത്തെയാണ് സാത്വിക്, രണ്ടാമത്തെ രജസിക്, മൂന്നാമത്തെയാണ് തമസിക്. അപ്പോൾ ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അതിലും ഈ 3 ഗുണങ്ങൾ ബാലൻസ് ആയി പോയാൽ മാത്രമേ ഒരു ഹ്യൂമൻ ബോഡിക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3 ഗുണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഗുണമാണ് സാത്വിക് ഗുണം. സാത്വിക് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി, ഒരു ഡിസിപ്ലിൻ, ഒരു പ്യൂരിറ്റി ഇൻ മൈൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും ശരിക്കൊരു ക്ലിയർ മൈൻഡ് സെറ്റ് ആയിരിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. രണ്ടാമത്തെ കാര്യമാണ് രജസിക്. രജസിക് ആണ് എക്സൈറ്റ്മെൻറ്റ്, ആക്റ്റീവ് ആയിട്ടിരിക്കാനുള്ളൊരു പവർ. ആ ഒരു രജസിക് ഗുണം കാരണമാണ് നമുക്ക് ഒരു പുതിയ കാര്യം ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ സെയിം ടൈം വേറൊരു പുതിയ കാര്യം വരുമ്പം നമ്മൾ പെട്ടെന്ന് ജമ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് തമസിക്. തമസിക് ആണ് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നതും നമുക്ക് ഉറക്കം തരുന്നതും പിന്നെ ഗ്രാജ്വലി നമ്മളെ ലേസി ആക്കുന്നതും ഈ തമസിക്കാണ്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് എങ്ങനെയാണ് ഈ ഗുണങ്ങൾ ബാലൻസ് ആക്കി നമ്മുടെ ബോഡിക്ക് വേണ്ടി, നമ്മുടെ മൈൻഡിന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതെന്ന്. അപ്പം ഇത് ഭയങ്കര സിമ്പിൾ 4 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യത്തെ കാര്യം, നമ്മുടെ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ മൂഡും നമ്മുടെ ഗുണങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നമ്മൾ സാത്വിക് ഫുഡ്, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്, ഇന്നുണ്ടാക്കിയ ഫുഡ്, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് കഴിക്കുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും കാമായിരിക്കും, ഷാർപ്പായിരിക്കും. അപ്പം രണ്ടാമത്തെ ടൈപ്പിലെ ഗുണം ആയിരുന്നു നമ്മുടെ രജസിക് ഗുണം. അപ്പം ഇതിൽ നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ഇല്ലെങ്കിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ള ഫുഡ് കഴിക്കുമ്പം നമ്മുടെ ബോഡി ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അഗൈൻ നമ്മുടെ മൈൻഡ് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഒരു സ്ഥിരത ഉണ്ടാവില്ല, നമ്മളെപ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് നമ്മുടെ ഗുണമാണ്
തമസിക് ഗുണ. ഇതിലാണ് നമ്മൾ കഴിക്കാവുന്ന ജങ്ക് ഫുഡ് ഇല്ലെങ്കിൽ പഴയ ഫുഡ്. ഈ ഫുഡ് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയമെടുക്കും. അപ്പം നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു റെസ്റ്റ് മോഡിൽ പോകും, ഒരു ലേസി, ഒരു ലെഥാർജിക് മോഡിൽ പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പം വയറ് നിറച്ച് കുറേ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം വരുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തുന്നത്. അപ്പം ഈ 3 ഗുണങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡാണ് ഏറ്റവും ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്ത് അത് ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പം എന്നും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം എന്നും അവർ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. പുറത്തുനിന്ന് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. പുറത്തുനിന്ന് കഴിക്കണേന് കുഴപ്പമില്ല. പുറത്തുനിന്ന് കഴിക്കുമ്പം നമ്മൾ മൈൻഡ്ഫുള്ളി നോക്കി കഴിക്കുക, എന്താണ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കാമായിരിക്കും, നമ്മൾ മോർ പ്രൊഡക്റ്റീവ് ആയിരിക്കും, നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് ഓഫ് ബ്രെയിനും ആക്ടിവേറ്റ് ആവും. രണ്ടാമത്തെ കാര്യമാണ് ദിനചര്യ. അപ്പം ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. ഹാബിറ്റ് ഫോമിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം അത് 1-2 ദിവസം ചെയ്താൽ പോരാ, അറ്റ്ലീസ്റ്റ് ഒരു 21 ഡേയ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ വേദിക് ബുക്സിലൊക്കെ, വേദങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് 21 ഡേയ്സ് ഇല്ലെങ്കിൽ 41 ഡേയ്സ് ഒരു കാര്യം നമ്മൾ ചെയ്താലാണ് നമ്മുടെ ബ്രെയിൻ റിമെമ്പേഴ്സ് ഇനി ഇന്ന സമയമാകുമ്പം ഈ കാര്യം ചെയ്യണമെന്ന് താൻ ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചെടുക്കും. ബിക്കോസ് ബ്രെയിനിന് ഒരു ചേഞ്ച്, നമ്മൾ ഫിസിക്കലി ഒരു ചേഞ്ച് ചെയ്യുന്നത് ബ്രെയിൻ അവോയ്ഡ് ചെയ്യും. ബ്രെയിനിന് പേടിയാണ്, ബിക്കോസ് നമ്മൾ അത്രയും ട്രെയിൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഈ ഗുണങ്ങളെ ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യാണ് നോക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ഒരു ഫൈറ്റ് അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തെ കാര്യമാണ് സത്സംഗ്. ഇത് വേദങ്ങളിൽ എഴുതിയൊരു കാര്യമാണ്. നമ്മുടെ ഫുൾ ഡേ, നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവരെ നമ്മുടെ കൂടെ ആരൊക്കെയാണോ, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണോ, നമ്മൾ കൂടുതൽ സമയം ആരുടെ കൂടെയാണോ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ അറിയാണ്ട് നമ്മൾ അങ്ങനെ തന്നെ ആയിപ്പോവും. അല്ലെങ്കിൽ അവരുടെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര എനർജറ്റിക് ആൾക്കാരാണ്, ഭയങ്കര പ്ലേഫുൾ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അറിഞ്ഞുകൊണ്ടോ അറിയാണ്ടോ നമ്മൾ പഠിക്കും. അപ്പം സെയിം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് ആൾക്കാരാണ്, ഇല്ലെങ്കിൽ എപ്പോഴും ഒരു കുറ്റം പറയുന്നൊരു ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭയങ്കര ലേഡ് ബാക്ക് ആൾക്കാരാണ്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓക്കെ ഉള്ളത് മതി വേറെ ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ ആൾക്കാരാണെങ്കിൽ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ആയിപ്പോവും. അപ്പം സത്സംഗ് ഭയങ്കര നമ്മൾ കോൺഷ്യസ്ലി എടുക്കാനുള്ളൊരു ഡെസിഷനാണ്. നമ്മൾ ആരുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നു, നമ്മൾ ആരുടെ കൂടെ നമ്മൾ ഡേ സ്പെൻഡ് ചെയ്യുന്നു, അത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ നാലാമത്തെ കാര്യമാണ്, ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, നമ്മൾ കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യുന്നതും നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നതും, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ കാമാക്കുന്നതും നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് നേരം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് നമ്മുടെ ബ്രെയിന് കുറച്ച് റെസ്റ്റ് മോഡിൽ ആക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് കാര്യം ചെയ്യാൻ വേണ്ടിയുള്ളൊരു റീസെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു 4 കാര്യമാണ്. ഈ 4 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗുണങ്ങൾ ബാലൻസ് ചെയ്യാം. അപ്പം ആദ്യത്തെ ആയിരുന്നു നമ്മുടെ ഫുഡ് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത്, നമുക്കിപ്പം ക്രിയേറ്റീവ് മൈൻഡാണ് വേണ്ടെങ്കിൽ സാത്വിക് ഫുഡ് കഴിക്കുക, നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് മാത്രം മതി, പുതിയ പുതിയ കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജസിക് ഫുഡ് കഴിക്കുക. പിന്നെ തമസിക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഉറക്കം, എപ്പോഴും ഒരു ലേസിനെസ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യമായിരുന്നു നമ്മുടെ ദിനചര്യ, നമ്മുടെ ഡെയിലി റിച്വൽസ്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, സത്സംഗ്. പിന്നെ നാലാമത്തെ കാര്യമാണ് നമ്മുടെ മെഡിറ്റേഷനും, നമ്മൾ പ്രാർത്ഥിക്കുന്നതും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വേദങ്ങൾ പറയുന്നുണ്ട്, ആത്മഹി ആത്മനോ ബന്ധു, ആത്മഹി ഋപുരാത്മന. അതിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, പക്ഷേ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വേഴ്സ്റ്റ് എനിമി തന്നെ. അപ്പം നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റൂ.
നമ്മുടെ ബ്രെയിനിന് നമ്മുടെ മൈൻഡിന് ഒരു ടെൻഡൻസി ഉണ്ട്. ഒരു പുതിയ ചേഞ്ച് വരുമ്പം അത് ചേഞ്ച് വരാണ്ടിരിക്കാൻ നോക്കും, അത് സ്റ്റോപ്പ് ചെയ്യും. അതിന് വേദങ്ങളിൽ ഒരു വേർഡുണ്ട്, വിക്ഷേപ എന്ന് പറയും. അപ്പം എന്ത് പുതിയ ചേഞ്ച് വന്നാലും അത് ചെയ്യാണ്ടിരിക്കാൻ നോക്കും. അങ്ങനെ തന്നെ വേറൊരു കാര്യമുണ്ട്, അവർണ. അപ്പം നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ ഒരു പേർപ്പസ് ഉണ്ട് ലൈഫിൽ, അത് മറക്കാൻ നോക്കും. അതിൻ്റെ റീസണും ഇത് തന്നെ. നമ്മൾ പുതിയ കാര്യം ചെയ്യുമ്പം പുതിയൊരു ലെവലിൽ എത്തുമെന്ന് നമ്മുടെ ബ്രെയിനിന് അറിയാം. പക്ഷേ അത് മറന്നിട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ നോക്കും. അപ്പോൾ ശരിക്കും നമുക്ക് എങ്ങനെയാണ് ഒരു റൂട്ടീൻ ഉണ്ടാക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യ ദിവസം നമ്മളിപ്പം ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷനൊക്കെ എടുക്കുമ്പം നമ്മൾ 3-4 കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള പ്ലാനായിരിക്കും. അപ്പം എണീറ്റുടനെ ഇത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു 4-5 സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ബാക്ക് ടു ബാക്ക് നമ്മൾ പ്ലാൻ ചെയ്യും. ആദ്യത്തെ ദിവസം ചെയ്യാൻ പറ്റുമായിരിക്കും, രണ്ടാമത്തെ 3-ാമത്തെ ദിവസം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആവും, നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. ഒരു പെട്ടെന്നൊരു മടുപ്പ് തോന്നും. എന്തിനു വേണ്ടി അത് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഫീലിംഗ് വരും. എല്ലാവർക്കും വരുന്ന ഒരു ഫീലിംഗ് ആണത്. പക്ഷേ അതിൻ്റെ മെയിൻ റൂട്ട് കോസ്, നമ്മളൊരു കാര്യം നമ്മുടെ ബ്രെയിനെ റീവയർ ചെയ്ത് നമ്മൾ ഒരു ഹാബിറ്റാണ് ഏറ്റവും ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കേണ്ടത്. പെട്ടെന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആയിപ്പോൾ. അപ്പം ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മൾ രാവിലെ എണീക്കാൻ കഷ്ടപ്പാടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് ദിവസം അലാം വെച്ച് എണീറ്റ് നോക്കുക. അപ്പോൾ ആ കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എന്നും രാത്രി നമ്മൾ വേഗം ഉറങ്ങുക, പിന്നെ അങ്ങനെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് ദിവസം നമ്മൾ ആ ഒരു കാര്യം ഫിക്സ് ചെയ്യുക. അപ്പം ഒരു ഹാബിറ്റാണ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യാൻ നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഹാബിറ്റ് ബിൽഡിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ ചെയ്യണം. വേദങ്ങൾ ഇതിന് ടൈം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ബോഡി ആൻഡ് ബ്രെയിൻ നമ്മൾ ഒരു കാര്യം ഒരു പെർട്ടിക്കുലർ സമയത്ത് എന്നും ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അത് ഓർത്ത് വയ്ക്കാൻ തുടങ്ങും. അപ്പം മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ഒരു ഹാബിറ്റ് മിനിമം 21 ഡേയ്സ് നമ്മൾ ചെയ്യണം. അത് മുടക്കാണ്ട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യമാണെങ്കിൽ, ഇരുട്ട് ആണെങ്കിലും കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം എവിടെയാണ് വായ. ബിക്കോസ് നമ്മൾ അത്രയും കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബോഡി അത് പഠിച്ചു, നമ്മുടെ ബ്രെയിൻ അത് പഠിച്ചു. അപ്പം നമ്മളിപ്പം ലൈറ്റ് ഇല്ലെങ്കിലും ഇരുട്ടാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അങ്ങനെ തന്നെ നമ്മുടെ മൈൻഡ് ട്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പം ഒരു മൈൻഡ് സെറ്റ് വേണം, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഇന്ന് ഞാൻ ഭയങ്കര കാമായിരിക്കും, ഇന്ന് ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കും എന്നുള്ളൊരു തോട്ട്. സോ ടുഡേ ഐ വിൽ ബി ബാലൻസ്ഡ് ആൻഡ് കാം. അപ്പോൾ നമ്മളത് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അത് കേൾക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെപ്പോഴും അത് കണക്ട് ചെയ്യാൻ നോക്കും. പിന്നെ ലാസ്റ്റത്തെ ഒരു പോയിന്റ്, നമ്മൾ എപ്പോഴെങ്കിലും ഇത് എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മുടെ ഈ റൂട്ടീൻ ബ്രേക്ക് ആവുകയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. ബിക്കോസ് ലൈഫ് ഹാപ്പൻസ്. നമുക്ക് എപ്പോഴും നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ച പോലെ നമുക്ക് ഒരേ ദിവസം ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫോളോ ചെയ്ത ദിവസങ്ങൾ വി ഷുഡ് അപ്രിഷിയേറ്റ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങളും നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരും പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ ചിന്താഗതി എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഭയങ്കര നെഗറ്റീവാണ്, ഇപ്പോഴും ഗോസിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും അങ്ങനത്തെ കാറ്റഗറിയിലെ ആൾക്കാരായിരിക്കുമെന്ന്. അപ്പം ദ ഹോൾ പോയിന്റ് ഈസ്, നമുക്ക് ഒരു റൂട്ടീൻ നമുക്ക് ഒരു ദിവസത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് ആ റൂട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. റൂട്ടീൻ നമ്മൾ പതുക്കെ ഓരോ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് നെക്സ്റ്റ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ഹാബിറ്റായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതാണ് ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കുണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന്.
അതിലും പറയുന്നൊരു മെയിൻ കോൺസെപ്റ്റാണ് നമ്മളെപ്പോഴും പെട്ടെന്നൊരു കാര്യം നമ്മളൊരു ബുക്ക് വായിക്കണമെന്ന് നമ്മൾ വിചാരിക്കരുത്. എപ്പം നമ്മൾ ബുക്ക് വായിക്കും ആ ഒരു സമയം, ഇല്ലെങ്കിൽ എന്ത് പണി കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് വായിക്കുമെന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനോട് പറയണം. നമ്മൾ തന്നെ അത് ഫൈനലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരിക്കലും നടക്കില്ല. ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ ബുക്ക് വായിച്ചു, നാളെ നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും ബുക്ക് വായിക്കുന്നത്. അപ്പം ആ ഒരു ഹാബിറ്റ് ബിൽഡിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സ്പെഷ്യലി നമ്മുടെ ഈ ഗുണങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.